നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ചേലക്കരയിലെ UDF പരാജയം. കോൺഗ്രസിൽ കലാപക്കൊടി. രമ്യ ഹരിദാസിന്റെ സ്ഥാനാർത്ഥിത്വമാണ് പരാജയ കാരണമെന്ന് പാർട്ടിയുടെ ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിൽ വിമർശനം. ജില്ലയിലെ ഏതാനും നേതാക്കൾക്കെതിരെ KPCC നേതൃത്വത്തിന് പരാതി. വരവൂർ, വള്ളത്തോൾ നഗർ, ദേശമംഗലം പഞ്ചായത്തുകളിൽ ജയിക്കാൻ ഒരു ശ്രമവും നടന്നില്ല. കോൺഗ്രസ് ഭരിക്കുന്ന തിരുവില്ലാമല പഞ്ചായത്തിൽ രമ്യ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതും പരാതിയിൽ ആരോപണം. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ലെന്ന് KPCC പ്രസിഡന്റ് K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും. രമ്യ മികച്ച സ്ഥാനാർത്ഥിയായിരുന്നുവെന്ന് ഇരുവരും. ജില്ലയിലെ കോൺഗ്രസ് സംഘടനാ വീഴ്ചകൾ 1 വർഷം കൊണ്ട് പരിഹരിക്കുമെന്ന് VD സതീശൻ. ചേലക്കരയിൽ ഇടതുമുന്നണി മികച്ച വിജയം നേടിയെങ്കിലും വോട്ട് ശതമാനത്തിലെ ഇടിവ് ഗൗരവമായി പരിഗണിക്കുമെന്ന് K രാധാകൃഷ്ണൻ MP. മണ്ഡലത്തിൽ BJP വോട്ടുകൾ വർദ്ധിച്ചത് പ്രത്യേക സാഹചര്യത്തിലെന്ന് രാധാകൃഷ്ണൻ. വർഗീയ ശക്തികളെ തുരത്താൻ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയുണ്ടാകും. മുസ്ലിം ലീഗ് അക്ഷീണം പരിശ്രമിച്ചിട്ടും ചേലക്കരയിൽ ന്യൂനപക്ഷ വോട്ടുകൾ ലഭിച്ചത് ഇടതുമുന്നണിക്ക്. ജില്ലയിലേക്ക് വലിയ തോതിൽ ലഹരി ഒഴുക്ക്. ഉപഭോക്താക്കളിലേറെയും യുവാക്കളും വിദ്യാർത്ഥികളും. രാസലഹരി മുതൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വരെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്നു. വടക്കാഞ്ചേരിയുടെ ഗ്രാമീണ മേഖലകളിൽ ഹാൻസ് വിൽപ്പന സജീവം. കടകൾ കേന്ദ്രീകരിച്ച് വിൽപ്പന. തെക്കുംകര പഞ്ചായത്തിലെ ചില കേന്ദ്രങ്ങളിൽ പരസ്യ വിൽപ്പന നടക്കുമ്പോഴും കണ്ണടച്ചിരുന്ന് അധികൃതർ. ഓട്ടുപാറയിൽ വൻ ലഹരി വേട്ട. 30 ചാക്ക് ഹാൻസ് പിടികൂടി. മഹീന്ദ്ര സൈലോയിൽ കടത്തുകയായിരുന്ന 7 ലക്ഷം രൂപ മൂല്യമുള്ള നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് പിടിച്ചെടുത്തത്. 37-കാരൻ അബ്ദുൾ നിഷാദ് അറസ്റ്റിൽ. മുണ്ടത്തിക്കോട് മേഖലയിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ലഹരി മാഫിയ ശ്രമിക്കുന്നതായി ആരോപണം. തിങ്കളാഴ്ച വൈകിട്ട് 6-ന് സർവകക്ഷി യോഗം. ചെന്നൈ വെല്ലൂർ മെഡിക്കൽ കോളേജിൽ MBBS സീറ്റ് നൽകാമെന്ന് വിശ്വസിപ്പിച്ച് രക്ഷിതാക്കളിൽ നിന്ന് കോടികൾ തട്ടിയ പത്തനംതിട്ട സ്വദേശി തൃശൂർ വെസ്റ്റ് പോലീസിന്റെ പിടിയിൽ. വൈദികനെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പണം തട്ടിയത് ജേക്കബ് തോമസ് എന്ന സുവിശേഷ പ്രവർത്തകൻ. സഞ്ചരിച്ചിരുന്നത് ആഡംബര കാറുകളിൽ. ഇരകളിൽ നിന്ന് തട്ടിയെടുത്തത് 60 ലക്ഷം മുതൽ 80 ലക്ഷം രൂപ വരെ. പാസ്റ്റർ പോൾ ഗ്ലാഡ്സൺ, പാസ്റ്റർമാരായ വിജയകുമാർ, അനു സാമുവേൽ, ജേക്കബ് തോമസിന്റെ മകൻ റൈനാഡ് എന്നിവരും അറസ്റ്റിൽ. സുവർണ ജൂബിലിയുടെ സുന്ദര നിറവിൽ മുണ്ടത്തിക്കോട് ക്രിസ്തുരാജ ദേവാലയം. ക്രിസ്തുരാജന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ മഹാമഹം ഭക്തിസാന്ദ്രം. തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത് വിശുദ്ധരുടെ അനുഗ്രഹ പുണ്യം തേടി 100 കണക്കിന് വിശ്വാസികൾ. ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് പൂമല പള്ളി വികാരി ഫാദർ സിൻഡോ തറയൻ മുഖ്യ കാർമ്മികനായി. വിശ്വാസ പുണ്യം പുതുക്കി പ്രദക്ഷിണം. ഡിസംബർ 4 മുതൽ 6 വരെ ദിവ്യകാരുണ്യ സൗഖ്യ അനുഭവ ധ്യാനം നടക്കും. തലശ്ശേരി എൽറോയ് മിനിസ്ട്രീസ് നേതൃത്വം നൽകും. മുള്ളൂർക്കരയിൽ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന ട്രാവലർ നിയന്ത്രണം വിട്ട് ലോറിയിൽ ഇടിച്ചുകയറി അപകടം. നിലമ്പൂരിൽ നിന്ന് കോട്ടയത്തെ കുടുംബക്ഷേത്രത്തിലേക്ക് പോവുകയായിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. 8 പേർക്ക് പരിക്ക്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് വിലയിരുത്തൽ. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് ലോറിക്ക് പുറകിൽ കാറിടിച്ച് ഒരാൾക്ക് പരിക്ക്. തൃശൂർ KSRTC സ്റ്റാൻഡിൽ ബസ്സുകൾ തമ്മിൽ കൂട്ടയിടി. ബാലഗോകുലം തൃശൂർ പേരൂർ പ്രവർത്തക ശിബിരം സംഘടനാ കരുത്തായി നടന്നു. ജില്ലാ ഭഗിനി പ്രമുഖ ഗീതാ മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. കൃഷ്ണവിഗ്രഹത്തിൽ മാല ചാർത്തിയായിരുന്നു ഉദ്ഘാടനം. വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ സംഘടിപ്പിച്ചു.
കർഷക പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണണമെന്ന് ആവശ്യം. മുളങ്കുന്നത്തുകാവ് പഞ്ചായത്തിൽ കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കർഷക സംഗമം. മുതിർന്ന കർഷകർക്ക് ആദരം. ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ വെസ്റ്റ് ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിൽ മിന്നും പ്രകടനവുമായി പേരാമംഗലം ശ്രീ ദുർഗാവിലാസം ഹൈസ്കൂൾ. മാറ്റുരച്ചത് 120-ൽ പരം വിദ്യാലയങ്ങളിൽ നിന്നുള്ള പ്രതിഭകൾ. ശ്രീ ദുർഗാവിലാസം സ്കൂളിന് 3 അഗ്രിഗേറ്റഡ് ട്രോഫികൾ. UP ബാലകലോത്സവത്തിൽ 2ാം സ്ഥാനം. UP സംസ്കൃതോത്സവത്തിലും മികച്ച പ്രകടനത്തോടെ 2ാം സ്ഥാനം സ്വന്തമാക്കി. ഹൈസ്കൂൾ വിഭാഗത്തിൽ 3ാം സ്ഥാനത്തെത്തി. സബ് ജില്ലയിൽ 1ാം സ്ഥാനം സ്കൂളിനെ. എടക്കളത്തൂർ വാഗാ റോഡ് കൂടിച്ചേരുന്ന പാല നിർമ്മാണത്തിന്റെ പ്രാരംഭ പ്രവർത്തനം. എടക്കളത്തൂർ റോഡ് വികസനത്തിന് നടപടി. ആലോചനാ യോഗം നടന്നു. റോഡിന് സ്ഥലം ഏറ്റെടുക്കുന്നതിനും തുടർ പ്രവർത്തന ഏകോപനത്തിനും 11-അംഗ കമ്മിറ്റി. പഞ്ചായത്ത് പ്രസിഡന്റ് VK രഘുനാഥൻ ഉദ്ഘാടനം ചെയ്തു.